ഈ ബ്ലാക്ക് ഹെഡ്സിന്റെ വൈറ്റ് ഹെഡ്സിന്റെ പ്രശ്നങ്ങള്, മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് കാര പോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. ഇത് നീക്കം ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഈവൻ കുറെ ആളുകൾ പാർലറിലേക്ക് വരെ പോവാറുണ്ട് ഇത് നീക്കം ചെയ്യാനായിട്ട്. പക്ഷെ നല്ല വേദനയായിരിക്കും കേട്ടോ. എന്നാൽ ഇവർക്കൊന്നും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടാറില്ല. ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറയുന്നുണ്ട്. സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്രയും സിമ്പിൾ അല്ല. ആഴ്ചയിൽ നിങ്ങൾ ഒരു വട്ടം ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ ഇതിന് വേണ്ടി നീക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ തുടക്കത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു വട്ടമായിട്ട് ചെയ്തു വരിക. പിന്നെ പിന്നെ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് കിട്ടുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം, പിന്നെ മാസത്തിൽ ഒരു വട്ടം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ആദ്യത്തെ ഒരു വട്ടത്തിലൂടെ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കും. പതുക്കെ 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 നിങ്ങൾ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്ത് 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 പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഫേസ് വാഷ്, നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് ആണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. മുഖത്തുള്ള ഓയിലും അതുപോലെ തന്നെ പൊടിയൊക്കെ നന്നായിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കുക. കഴുകുന്ന സമയത്ത് കഴുത്തിന്റെ ഒരു ഭാഗം ഒന്നും വിടരുത് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് മുഖത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡാബ് ചെയ്ത് കളയാം. എന്നിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഒരു ചെറിയൊരു ബൗളിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ പാലും, നല്ല തണുത്ത പാലുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ചൂടുള്ള പാലാണെങ്കിൽ തണുക്കാനായിട്ട് വെക്കുക. തണവാറിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ. ഈ രണ്ട് കാര്യങ്ങളും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടണിൽ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ഈ ഫുൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ മാത്രമല്ല, കൂടുതൽ നമുക്ക് കാര്യം ഉണ്ടാകുന്നത് ഈ ഒരു ടി പൊസിഷനിലായിരിക്കും. ഈ ഒരു ഭാഗത്തും മൂക്കിന്റെ ഒരു ഭാഗത്തും താടിയുടെ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരിക. അവിടെ നിന്ന് മാത്രമല്ല, ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിലും അപ്ലൈ ചെയ്യാം. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യാനായിട്ട് നോക്കാം. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ. എവിടേക്കാണ് കൂടുതലും ആളുകൾക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവുക അല്ലെ. എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യം ആ ഒരു ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് മസാജ് ചെയ്യുക. അല്ലാണ്ട് റബ്ബ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മൈൽഡ് ആയിട്ട് മസാജ് ചെയ്യാം. എന്നിട്ട് ഒരു 15 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഫേസിൽ വെക്കുക. ശേഷം രണ്ടാമത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് നമ്മൾ ആവി പിടിക്കുക. ആവി പിടിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പോർസ് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എന്താണെങ്കിലും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവി പിടിക്കുന്നത്. മറ്റൊരു കാര്യം, നിങ്ങളുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആവി പിടിക്കണ്ട കേട്ടോ. ബ്ലാക്ക് ഹെഡ്സിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ആവി പിടിക്കാനായിട്ട് നോക്കുക. ആവി പിടിക്കേണ്ടത് ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ ആവി പിടിക്കുക. സ്റ്റീമർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റീമർ കൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ ഫേസിൽ ഒരു 5 മിനിറ്റ് ആവി പിടിക്കുക. ഇപ്പൊ സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കുക. എന്നിട്ട് നല്ലൊരു തുണി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടുള്ള നല്ലൊരു തുണി എടുത്തിട്ട് ഈ വെള്ളത്തിൽ ചൂടാക്കിയിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള തുണി കൊണ്ടൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. യൂസ് ചെയ്തിട്ടുള്ള ടവലിലൊക്കെ ഓൾറെഡി ബാക്ടീരിയ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് തന്നെ നിങ്ങൾ വീണ്ടും ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആക്നെ ഉണ്ടെങ്കിൽ ആക്നെ ഒക്കെ നന്നായിട്ട് കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഫേസിനായിട്ട് നിങ്ങൾ വേറൊരു ടവല് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ 5 മിനിറ്റ് നമ്മൾ ആവി പിടിച്ചു. ആവി പിടിച്ചതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തില്, അധികം തണുപ്പാവരുത് അധികം ചൂടാവരുത്, ഒരു മീഡിയം ചൂടില് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫേസിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡാബ് ചെയ്ത് കളയാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ആക്നെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫേസിൽ വെച്ച് ഉരയ്ക്കരുത്. എവിടെയാണോ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്താൽ മതി. ആക്നെ ഫുൾ ആയിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ഫേസിലേക്ക് ചെയ്യാനും കൂടി നോക്കുക. അടുത്ത നമ്മുടെ ഒരു പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ ആവിയൊക്കെ പിടിച്ചപ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയി. അപ്പൊ നമുക്ക് ഈസിയാണ് കുറച്ചും കൂടി ബ്ലാക്ക് ഹെഡ്സിനെ വൈറ്റ് ഹെഡ്സിനെ മാറ്റാൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് സ്ക്രബിങ്. എഗെയിൻ ഞാൻ പറയുന്നു, ആക്നെ ഉള്ളവര് ആ ഭാഗം ഒഴിച്ച് എവിടെയാണോ പ്രശ്നം ആ ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്ത് സ്ക്രബിങ് ചെയ്യാനും കൂടി നോക്കുക. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കുക. പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഉപയോഗിക്കാം. ഇല്ല എങ്കിൽ ഓറഞ്ചിന്റെ തൊലി ഉണ്ടല്ലോ, ഉണക്കി പൊടിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉള്ളതെങ്കിൽ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് നിങ്ങൾ പഞ്ചസാര പൊടിച്ചതും ചേർക്കുന്നത് വളരെ നല്ലൊരു സ്ക്രബിങ് എഫക്ട് കിട്ടും കേട്ടോ. എന്തിന്റെ കൂടെയാണെങ്കിലും പഞ്ചസാര ചേർക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്ട് കിട്ടുന്നതായിരിക്കും. ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഒരു ചെറിയൊരു ബൗളിൽ നിങ്ങൾ കുറച്ച് തേൻ എടുക്കുക. അതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതാണ് പൊടി, അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി, ഓറഞ്ചിന്റെ പൊടി അല്ലെങ്കിൽ പഞ്ചസാരയുടെ പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല, അതൊരു 1 ടീസ്പൂണും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് മിക്സ് ചെയ്യാനായിട്ട് തേൻ കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിക്സറിനനുസരിച്ച് തേൻ എടുക്കാം കേട്ടോ.
കുറച്ച് നിങ്ങൾ പഞ്ചസാരയുടെ പൊടി കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കാം. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ള് നന്നായിട്ട് എഗെയിൻ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചൊക്കെ സ്ക്രബ് ചെയ്യുക. സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. വല്ലാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഉരയ്ക്കരുത്. ഒരു മൈൽഡ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ പോഴ്സ്, നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്ത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ജസ്റ്റ് ഫേസ് ഫുള്ളും നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കാം. ഒരു ഒരു 2-3-4-5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഫേസിൽ ഈ ഒരു പാക്ക് വെക്കുക. എന്നിട്ട് നോർമൽ കുറച്ച് വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇതിലൂടെ എന്താ ഉണ്ടായേ, പോഴ്സ് ഓപ്പൺ ആയി ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും സ്ക്രബിലൂടെ പുറത്തു പോവുകയും ചെയ്തു. ഇനിയാണ് ഈ ഒരു പോഴ്സിനെ ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിടരുത് കേട്ടോ. പോഴ്സ് ഓപ്പൺ ആയിട്ട് അതിനെ ക്ലോസ് ചെയ്യാനും കൂടി നോക്കുക. ഇനി ക്ലോസ് ചെയ്യേണ്ട പാക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കുറച്ച് മുൾട്ടാനി മിട്ടി എടുക്കുക. വേണമെങ്കിൽ ഒരു നുള്ള് കസ്തൂരി മഞ്ഞളും കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ചന്ദനത്തിന്റെ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബേസിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കടലമാവിന്റെ പൊടി ചേർക്കാവുന്നതാണ്. ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുൾട്ടാണി മിട്ടിയും ഒരു നുള്ളു കസ്തൂരി മഞ്ഞളുടെ പൊടിയാണെങ്കിലും മതി. അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പാല്, പച്ചപ്പാല്, തണുത്തതാണെങ്കിൽ നല്ലതായിരിക്കും. തണുത്ത കുറച്ച് പച്ചപ്പാല് അല്ലെങ്കിൽ റോസ് വാട്ടർ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നിങ്ങൾ സ്ക്രബിങ് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്ത് അപ്പം തന്നെ ഈ ഒരു പാക്ക് നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണം. കഴുത്തിന്റെ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് വലിഞ്ഞു വരികയാണെന്ന് കാണുമ്പോൾ ഒരു 5 മിനിറ്റോളം വെക്കാൻ നിങ്ങൾക്ക്. നന്നായിട്ട് വല്ലാതെ വലിയാനായിട്ട് വിടരുത് കേട്ടോ. ഒരു പാക്ക് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകരുത്. വലിഞ്ഞു വരുമ്പോഴേക്കും നമ്മളത് കഴുകി കളയാനും കൂടി ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ചാലും മതിയാവും. ഇത് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നന്നായിട്ട്, തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം, അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാനും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും മാറ്റാനുള്ള നല്ലൊരു സൊല്യൂഷൻ. എഗെയിൻ ഞാൻ പറയുന്നു, ആഴ്ചയിൽ നിങ്ങൾ ഒരു വട്ടം ചെയ്യുക. അങ്ങനെ ഒരു മാസത്തോളം നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഓരോ വട്ടം ചെയ്യാനായിട്ട് നോക്കുക. പതുക്കെ പതുക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും. പതുക്കെ പതുക്കെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വന്നു എന്ന് കാണുമ്പോൾ 2 ആഴ്ചയിൽ ഒരു വട്ടം, പിന്നെ പിന്നെ പതുക്കെ മാസത്തിൽ ഒരു വട്ടം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മാസത്തിൽ ഒരു വട്ടെങ്കിലും ഈ പറയുന്ന പ്രോസസ്സ് ഒരു വട്ടെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമുക്ക് കൂടുതലായിട്ട് പൊല്യൂഷൻ കൊണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസും കൊണ്ട്, അത് ചില സമയങ്ങളിൽ ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പൊ ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കില്ല. മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൂടെ കൂടെ ഉള്ളിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ്, ഓയിലി പോലെയുള്ള കാര്യങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഗെയിൻ വെള്ളം നന്നായിട്ട് കുടിക്കുക. ലൈഫ് സ്റ്റൈല്, ഉറക്കക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ, രാത്രി ഇങ്ങനെ 2 മണി 3 മണി വരെ ഫോണൊക്കെ പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് കൂടി ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ നല്ലൊരു മാറ്റം എന്തായാലും കാണാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ഇറങ്ങുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി.